നമുക്ക് റിട്ടുകൾ എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, നോക്കാം. ജസ്റ്റ് ആദ്യമേ റിട്ടുകൾ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സംസ്ഥാനത്തിനോ കോടതി നൽകുന്ന ഔപചാരികപരമായ രേഖാമൂലമുള്ള ഉത്തരവാണ് റിട്ട്. മനസ്സിലായില്ലേ? അതായത് ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സംസ്ഥാനത്തിനോ കോടതി നൽകുന്ന ഔപചാരികപരമായ രേഖാമൂലമുള്ള ഉത്തരവാണ് റിട്ട്. നമുക്കിനി ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ നോക്കിയേ, റിട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ബ്രിട്ടൻ. കാരണം റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ അത് മറക്കരുതേ. നോക്കുക, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ ശരീരം ഹാജരാക്കുക എന്നാണ്. അതായത് ഇപ്പോൾ കേട്ടിട്ടില്ലേ, ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് കാമുകിയെ തടഞ്ഞു വെച്ചതിനെതിരെ കാമുകൻ ഒരു റിട്ട് ഫയൽ ചെയ്യും, ഹേബിയസ് കോർപ്പസ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ ശരീരം വിട്ടു നൽകുക എന്നൊക്കെ പറയുന്നതിന് കൊടുക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഹേബിയസ് കോർപ്പസ് ഉണ്ട്. മാൻഡമസ് റിട്ട്, ഡ്യൂട്ടി ചെയ്യാൻ പറയുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട്. കോ വാറൻറ്റോ റിട്ട്. കോ വാറൻറ്റോ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഉള്ള റിട്ടാണ് കോ വാറൻറ്റോ റിട്ട്. പ്രൊഹിബിഷൻ റിട്ട്, അധികാര അതിർത്തി ലംഘനത്തിനെതിരെയുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. സെർഷ്യറി റിട്ട്, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതായത് ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഷോർട്ടാക്കി പറയാം. എക്സ്പ്ലനേഷൻ നമ്മളിലുണ്ട്. എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുക, പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226. അതായത് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനായിട്ടുള്ള പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. 226 നമ്മുടെ ഹൈക്കോടതിക്കുള്ള അധികാരമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു റിട്ട് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണെന്ന്. അപ്പോൾ അത് മറക്കരുതേ. നോക്കുക, ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നീതിരഹിതമായോ അന്യായരഹിതമായോ ഒരു പൗരനെ തടവിലാക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ആ പൗരനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇപ്പം എന്താ പറയുക, ബോഡി വിട്ടു നൽകുക, അതായത് എന്താ പറയുക, ഹ്യൂമൻ ബോഡി എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. അതായത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, ഇനി മാൻഡമസ് റിട്ട് എന്താണെന്ന് നോക്കാം. ഒരു പൊതു ഉദ്യോഗസ്ഥൻ അയാൾ നിർവഹിക്കേണ്ട ചുമതല നിർവഹിക്കാതെ ഇരിക്കുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട്. ക്ലിയർ ആയില്ലേ? അതായത് മാൻ ഡു മസ്റ്റ് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം ഇത് ജോലി. അപ്പോൾ ഒരു പൊതു ഉദ്യോഗസ്ഥൻ അയാൾ നിർവഹിക്കേണ്ട ചുമതല നിർവഹിക്കാതെ ഇരിക്കുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട്. കോ വാറൻറ്റോ റിട്ട്, ഒരു പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അധികാരി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ക്വാ വാറൻറ്റോ റിട്ട്. അതായത് എന്താണ്, കോടതി ചോദ്യം ചെയ്യുകയാണ് എന്ത് അധികാരത്തിലാണ് ഇവിടെ കയറി ഇരിക്കുന്നതെന്ന്. ആരോട്? ഒരു പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു അധികാരി. മനസ്സിലായോ? അപ്പോൾ വാറൻറ്റ് പുറപ്പെടുവിക്കുകയാണ് എന്ന് ഓർക്കുക. അർഹമല്ലാത്ത ഒരു ജോലി വഹിക്കുന്ന ഒരാൾക്കെതിരെ ഒരു വാറൻറ്റ് പുറപ്പെടുവിക്കുകയാണ്, അത് ഓർക്കുക. അടുത്തത് പ്രൊഹിബിഷൻ റിട്ട്. ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുന്ന സമയത്ത് മേൽക്കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഏരിയ അതിർത്തി കടന്ന് അകത്തേക്ക് കയറരുത് എന്നൊക്കെ ഓർത്താൽ മതി. അതായത് കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുന്ന സമയത്ത് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. സെർഷ്യറി റിട്ട് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ റിട്ട് എന്ന് ഓർക്കുക. അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുകയാണ് ഈ റിട്ട് പ്രകാരം. അപ്പോൾ ഇത്രയും പറഞ്ഞത് വ്യക്തമായിട്ട് ഓർക്കണേ. ഇത് ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ വളരെ പവർഫുള്ളുമാണ്. പലപ്പോഴായിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇതൊക്കെ, അതിൻ്റെ ആർട്ടിക്കിളൊക്കെ. ഓക്കെ, പിന്നെ ആമുഖം പറഞ്ഞ് ഞാൻ നേരത്തെ മടിപ്പിക്കാതിരുന്നതാണ്. ഈ കാര്യങ്ങൾ തന്നെ താഴത്തും ഈ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, അതൊക്കെ തന്നെയാണിത്.